പോകുന്നത് കൊച്ചിയിലേക്കാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ 2020യുടെയും കേരള കോൺഗ്രസിന്റെയും നിർണായകമായ യോഗം ഇന്ന് ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ വിപിനോട് ചോദിക്കാം. വിപിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊക്കെ UDF കടക്കുന്നൊരു സമയം കൂടിയാണ്. ഇന്ന് കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗം ചേരുകയാണ്. ഹൈപ്പവർ കമ്മിറ്റി ഇന്ന് ചേരുന്നുണ്ട്. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സീറ്റ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? രാഷ്ട്രീയ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ ഹൈപ്പവർ കമ്മിറ്റി ചേരുന്നു എന്നുള്ളതാണ്. അതൊരു നിർണായകമാവുന്നത് കോൺഗ്രസിൽ നിന്ന് സീറ്റുകൾ, അതായത് കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചു അവർക്ക് വേണം എന്നുള്ള ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളതാണ് PJ ജോസഫിന്റെ ഒരു നിലപാടുള്ളത്. അപ്പോൾ അത് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവും. 10 സീറ്റുകൾ വേണം എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. കാരണം 10 സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് അവർ മത്സരിച്ച എല്ലാ സീറ്റുകളും നൽകുമ്പോൾ കേരള കോൺഗ്രസിന് അതിനുള്ള ഒരു അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഇതിനോടകം തന്നെ PJ ജോസഫ് എടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ അങ്ങനെ ഒരു സീറ്റുകൾ കോൺഗ്രസിന് നൽകുന്നതിൽ ഒരു കടുത്ത അതിർത്തി കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ അദ്ദേഹം 24മായി പറയുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഈ ഒരു യോഗത്തിൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ വെച്ചു മാറണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ചയാകും. അങ്ങനെയാണെങ്കിൽ അതിന് തയ്യാറായിരിക്കും. ഒരു പക്ഷേ കൊച്ചിയിൽ ഉൾപ്പെടെ അതിന് ഒരു തയ്യാറാകും. എങ്കിൽ പോലും സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു കാരണവശാലും കുറയാൻ പറ്റില്ല എന്നുള്ള തീരുമാനം ഇന്ന് കേരള കോൺഗ്രസ് എടുക്കും. അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതിനെ എങ്ങനെയായിരിക്കും ഇനി കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതും അത് സംബന്ധിച്ച് നിർണായകമാണ്. മറ്റൊന്നുള്ളത്, പറഞ്ഞതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് 2020യുടെ NDA പ്രവേശനം. അതിൽ ഉള്ളിൽ അണികൾക്കിടയിലുള്ള ഒരു അസ്വാരസ്യം ഇപ്പോഴും പുകയാണ്. കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് കുറച്ചുപേർ കോൺഗ്രസിനൊപ്പം ചേർന്നിരുന്നു. ഇത് ഈ ഓരോ കൊഴിഞ്ഞുപോക്ക് അങ്ങനെ തുടരുന്നതിനിടയിൽ തന്നെ താഴെ തട്ടിൽ അത് എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളൊരു ആശങ്ക 2020 സംബന്ധിച്ചുണ്ട്. ഇന്ന് വീണ്ടും 2020യുടെ ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് മാധ്യമങ്ങളെ കാണും. 3 മണിക്കാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകും. ഒരു പക്ഷേ അതൊരു ഏകപക്ഷീയമായ തീരുമാനം എന്നാണ് പ്രവർത്തകരും അണികളും ഒക്കെ ഒരുപോലെ പറയുന്നത്. അതുകൊണ്ട് അതിൽ എന്തായിരിക്കും ഇനി പറയുക എന്നുള്ളതും ഒരു രാഷ്ട്രീയ കൗതുകം തന്നെയാണ്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.